ഹായ് മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം നീറ്റിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീറ്റിന്റെ പാറ്റേൺ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ വരുന്ന ഒരു പാറ്റേൺ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നീറ്റിൽ വരുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ എന്താ പറയുക, നമ്മളെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതേപോലെ ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലുള്ള മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വലിയ പേടിയൊക്കെ തോന്നുമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം, നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ഉണ്ടാവണമെന്ന് മാത്രം. ഇതെങ്ങനെ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിന് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1ൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അത് കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ചോയ്സ് ചെയ്തിട്ടുണ്ട്. ചോയ്സിൽ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയിൽ ഉണ്ടാവും രണ്ടും കറക്റ്റ് എന്നുള്ളൊരു ചോയ്സ് ആയിരിക്കും, ബി ഉണ്ടാവുക രണ്ടും റോങ് ആണെന്നുള്ളൊരു ചോയ്സ് ഉണ്ടാവുക. മൂന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് എന്നുള്ളൊരു ചോയ്സ്. ഡി ഓപ്ഷൻ വരിക, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് എന്നുള്ള ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, എക്സ്പീഡറി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നെഫ്രോൺസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഈ നെഫ്രോൺസുകളെ രണ്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കോർട്ടിക്കൽ നെഫ്രോൺസ് ഉണ്ട്, ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു വിചാരിക്കുക. അതായത് നമ്മൾ നെഫ്രോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് ബേസ്ഡ് ഓൺ ദെയർ റിലേറ്റീവ് പൊസിഷൻ. അതിന്റെ പൊസിഷനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് തരംതിരിച്ച്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസും ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺസ്. അതിൽ കോർട്ടിക്കൽ നെഫ്രോൺസിൽ എന്താ ഹെൻലിസ് ലൂപ്പ് ഷോർട്ടും ആണ്, മറ്റൊരു ലോങ്ങും ആണ് അല്ലെ. ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസിൽ ലോങ് ഹെൻലിസ് ലൂപ്പ് ഉണ്ടാവുക. ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ആയിട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് കോർട്ടിക്കൽ നെഫ്രോൺസ് ഹാവ് ലോങ്ങർ ഹെൻലിസ് ലൂപ്പ് ആൻഡ് ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് ഹാവ് ഷോർട്ടർ ഹെൻലിസ് ലൂപ്പ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റ് 1 നമ്മൾ ആദ്യം വായിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ചോയ്സിലൂടെ തന്നെ രണ്ട് ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. അതായത് ബിയും ഡിയും ഒഴിവാക്കാം. കാരണം ബിയിൽ പറയുന്നത് വെച്ചാൽ രണ്ടും ഇൻകറക്റ്റ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ബിനെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഡി എന്താ പറയുന്നത്, ഒന്ന് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം, ബിയും ഡി കട്ടായി. ഇനി രണ്ട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലുള്ളത് എയും സിയും അല്ലെ. അതിൽ എ പറയുന്നത് എന്താ, രണ്ടും കറക്റ്റ് ആണല്ലേ. ഈ സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൻസർ സി എന്ന് പറയാൻ പറ്റും. അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഈ രീതിയിൽ വളരെ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ചെയ്യാവുന്ന ടൈപ്പാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ചെറിയ വ്യത്യാസത്തിലാണ് അസേർഷൻ റീസൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് വരുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ അതുമായിട്ട് വരാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനി വരികയാണെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, എന്നിട്ട് നമ്മൾ ബിയും ഡിയും കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എഴുതുന്നു. ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പലപ്പോഴും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പാറ്റേണിൽ ആൻസറിൽ ചോയ്സുകളിൽ ബിയും ഡിയും കട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് തന്നെ വരണം നിർബന്ധമില്ല. ആദ്യത്തെ ചോയ്സ് മാറ്റിയിട്ട്, അതായത് രണ്ട് കറക്റ്റ് ആദ്യത്തെ ചോയ്സ്, രണ്ടാമത്തെ ബി ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്, സെക്കൻഡ് ഈസ് ഇൻകറക്റ്റ് എന്നുള്ള രീതിയിലും വരാം. കാരണം നമ്മൾ ഒരേ പാറ്റേണിൽ പഠിച്ചു പോയിട്ട് ആ രീതിയിൽ തന്നെ വരും എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യരുത്. അപ്പോൾ അത് ഏതാണോ നമുക്ക് കട്ട് ചെയ്യേണ്ട ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും എന്താണ്, ഒരു നല്ലൊരു നീറ്റ് ആശംസിക്കാണ്. നേടാൻ നമുക്ക് നീറ്റ് ടാർഗറ്റിനോടൊപ്പം.